ഹായ് ഫ്രണ്ട്സ്, ജീസസ് ലവ്സ് യു ആൻഡ് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു നിർത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് 16 മുതലുള്ള അധ്യായങ്ങൾ തുടർന്ന് വായിക്കാം. ശ്രദ്ധയോടെ കേട്ടാലും. അധ്യായം 16. നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പിൻ. മോവാബിൻ്റെ പുത്രിമാർ കൂടുവിട്ട് അലയുന്ന പക്ഷികളെപ്പോലെ അർണോൻ്റെ കടവുകളിൽ ഇരിക്കും. ആലോചന പറഞ്ഞു തരിക, മധ്യസ്ഥം ചെയ്യുക. നിന്റെ നിഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെപ്പോലെ ആക്കുക. ഭ്രഷ്ടന്മാരെ ഒളിപ്പിക്കുക. അലഞ്ഞു നടക്കുന്നവനെ കാണിച്ചു കൊടുക്കരുത്. മോവാബിൻ്റെ ഭ്രഷ്ടന്മാർ നിന്നോടുകൂടെ പാർത്തു കൊള്ളട്ടെ. കവർച്ചക്കാരൻ്റെ മുമ്പിൽ നീ അവർക്ക് ഒരു മറവായിരിക്കുക. എന്നാൽ പീഡകൻ ഇല്ലാതെയാകും. കവർച്ച അവസാനിക്കും. ചവിട്ടിക്കളയുന്നവർ ദേശത്ത് നിന്ന് മുടിഞ്ഞു പോകും. അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും. അതിന്മേൽ ദാവീദിൻ്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും ന്യായതൽപരനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും. ഞങ്ങൾ മോവാബിൻ്റെ ഗർവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ മഹാഗർവിയാകുന്നു. അവൻ്റെ നിഗളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും വ്യർത്ഥ പ്രശംസയെയും കുറിച്ചും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോവാബിനെ പറ്റി മോവാബ് തന്നെ മുറയിടും. എല്ലാവരും മുറയിടും. കീർ ഹരേശത്തിൻ്റെ മുന്തിരിയടകളെക്കുറിച്ച് നിങ്ങൾ കേവലം ദുഃഖിതന്മാരായി വിലപിക്കും. ഹെസ്ബേൻ വയലുകളും ശിബായിലെ മുന്തിരിവള്ളിയും ഉണങ്ങിക്കിടക്കുന്നു. അതിലെ മേത്തരമായ വള്ളിയെ ജാതികളുടെ പ്രഭുക്കന്മാർ ഒടിച്ചു കളഞ്ഞു. അത് യശേർ വരെ നീണ്ട് മരുഭൂമിയിലോളം പടർന്നിരുന്നു. അതിൻ്റെ ശാഖകൾ പടർന്ന് കടൽ കടന്നിരുന്നു. അതുകൊണ്ട് ഞാൻ യശേറിനോട് കൂടെ സിബ്മയിലെ മുന്തിരിവള്ളിയെക്കുറിച്ച് കരയും. ഹെസ്ബോനെ, എലേയാളെ, ഞാൻ നിന്നെ എൻ്റെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കും. നിന്റെ വേനൽ കനികൾക്കും നിന്റെ കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു. സന്തോഷവും ആനന്ദവും വിളനിലത്ത് നിന്ന് പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല, ഉല്ലാസഘോഷവുമില്ല. ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിങ്ങ ചവിട്ടിക്കളയുവുമില്ല. മുന്തിരിക്കൊയ്ത്തിൻ്റെ ആർപ്പുവിളി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളം മോവാബിനെക്കുറിച്ചും എൻ്റെ അന്തരംഗം കീർഹേരേശിനെക്കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു. പിന്നെ മോവാബ് പൂജാഗിരിയിൽ ചെന്ന് പാടുപെട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിപ്പാൻ കടന്നാൽ അവൻ കൃതാർത്ഥനാകയില്ല. ഇതാകുന്നു യഹോവ പണ്ടുതന്നെ മോവാബിനെക്കുറിച്ച് അരുളി ചെയ്ത വചനം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നതോ, കൂലിക്കാരൻ്റെ ആണ്ട് പോലെയുള്ള 3 ആണ്ടിനകം മോവാബിൻ്റെ മഹത്വം അവൻ്റെ സർവ്വ മഹാപുരുഷാരത്തോടു കൂടെ തുച്ഛീകരിക്കപ്പെടും. അവൻ്റെ ശേഷിപ്പ് അത്യല്പവും അഗണ്യവും ആയിരിക്കും. അധ്യായം 17. ദമ്മേശെക്കിനെ കുറിച്ചുള്ള പ്രവാചകം. ഇതാ, ദമ്മേശെക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യ കൂമ്പാരമായി തീരും. ആരോവർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും. ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞ് കിടക്കും. എഫ്രൈമിൽ കോട്ടയും ദമ്മേശെക്കിൽ രാജ്യത്വവും ഇല്ലാതെയാകും. അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അന്നാളിൽ യാക്കോബിൻ്റെ മഹത്വം ക്ഷയിക്കും. അവൻ്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ വിള ചേർത്ത് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ രഫായിം താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെയും ആയിരിക്കും. ഒലിവ് തല്ലുമ്പോൾ വൃക്ഷാഗ്രത്തിൽ 2-3 കായോ, ഫലവൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ 4-5 കായോ, ഇങ്ങനെ കാലാപറിപ്പാൻ ചിലത് ശേഷിച്ചിരിക്കും എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അന്നാളിൽ മനുഷ്യൻ തൻ്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും വിരലുകളാൽ ഉണ്ടാക്കിയ അശേര വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തൻ്റെ സൃഷ്ടാവിങ്കിലേക്ക് തിരികെയും അവൻ്റെ കണ്ണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും. അന്നാളിൽ അവൻ്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമോര്യരും ഹിവ്യരും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിർജ്ജനദേശം പോലെയാകും. അവ ശൂന്യമായി തീരും.
നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതെ ഇരിക്കൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളികളെ നടുന്ന ദിവസത്തിൽ നീ അതിന് വേലി കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു. എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പോയി പോകും. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിൻ്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. എങ്കിലും അവൻ അവരെ ശാസിക്കും. അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും. കാറ്റിൻ മുൻപിൽ പർവ്വതങ്ങളിലെ പതിർ പോലെയും കൊടുങ്കാറ്റിൻ മുമ്പിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും. സന്ധ്യാസമയത്ത് ഇതാ ഭീതി, പ്രഭാതത്തിനു മുമ്പേ അവൻ ഇല്ലാതെയായി. ഇത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കും ആകുന്നു. അധ്യായം 18. അയ്യോ, കൂശിലെ നദികൾക്കരികെ ചിറക് കിരുകിരുക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണ കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതും ആയ ദേശമേ, ശീഘ്രദൂതന്മാരെ, നിങ്ങൾ ദീർഘകായകന്മാരും മൃതിചർമ്മികളുമായ ജാതിയുടെ അടുക്കൽ, ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതിയുടെ അടുക്കൽ അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതിയുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. ഭൂതലത്തിലെ സർവ്വനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരും ആയുള്ളവരെ, പർവ്വതത്തിന്മേൽ കൊടിയുയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവിൻ, കാഹളമൂതുമ്പോൾ കേൾപ്പിൻ. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു. വെയിൽ തെളിഞ്ഞു നോക്കുമ്പോൾ, കൊയ്ത്തുകാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞു പൊഴിക്കുമ്പോൾ ഞാൻ എൻ്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും. കൊയ്ത്തിനു മുമ്പേ മൊട്ടിട്ടു കഴിഞ്ഞു. പൂ പൊഴിഞ്ഞ് മുന്തിരിങ്ങ മൂക്കുമ്പോൾ അവൻ അരിവാൾ കൊണ്ട് വള്ളി മുറിച്ച് ചില്ലി ചെത്തിക്കളയും. അതൊക്കെയും മലയിലെ കഴുകിനും ഭൂമിയിലെ മൃഗത്തിനും ഇട്ടുകളയും. കഴുക് അതുകൊണ്ട് വേനൽ കഴിക്കും, ഭൂമിയിലെ സകല മൃഗവും അതുകൊണ്ട് വർഷം കഴിക്കും. ആ കാലത്ത് ദീർഘകായകന്മാരും മൃതിചർമ്മികളുമായ ജാതി, ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതി, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ. സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൾക്കാഴ്ച കൊണ്ടുവരും. അധ്യായം 19. മിസ്രൈമിനെ കുറിച്ചുള്ള പ്രവാചകം. യഹോവ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമാക്കി മിസ്രൈമിലേക്ക് വരുന്നു. അപ്പോൾ മിസ്രൈമിലെ മിഥ്യാമൂർത്തികൾ അവൻ്റെ സന്നിധിയിൽ നടുങ്ങുകയും മിസ്രൈമിൻ്റെ ഹൃദയം അതിൻ്റെ ഉള്ളിൽ ഉരുകുകയും ചെയ്യും. ഞാൻ മിസ്രൈമ്യരോട് കലഹിപ്പിക്കും. അവർ ഓരോരുത്തൻ താൻ്റെ സഹോദരനോടും ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോടും പട്ടണത്തോടും രാജ്യത്തോടും യുദ്ധം ചെയ്യും. മിസ്രൈമിൻ്റെ ചൈതന്യം അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും. ഞാനതിൻ്റെ ആലോചനയെ നശിപ്പിക്കും. അപ്പോൾ അവർ മിഥ്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരുളപ്പാട് ചോദിക്കും. ഞാൻ മിസ്രൈമ്യരെ ഒരു ക്രൂര യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഉഗ്രനായ ഒരു രാജാവ് അവരെ ഭരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. സമുദ്രത്തിൽ വെള്ളമില്ലാതെയാകും, നദി വറ്റി ഉണങ്ങിപ്പോകും, നദികൾക്ക് നാറ്റം പിടിക്കും, മിസ്രൈമിലെ തോടുകൾ വറ്റി ഉണങ്ങും, ഞാങ്ങണയും വേഴവും വാടിപ്പോകും. നദിക്കരികെയും നദീതീരത്തുമുള്ള പുൽപ്പുറങ്ങളും നദീതീരത്ത് വിതച്ചതൊക്കെയും ഉണങ്ങി പറന്ന് ഇല്ലാതെ പോകും. മീൻ പിടിക്കുന്നവർ വിലപിക്കും, നദിയിൽ ചൂണ്ടലിടുന്നവരൊക്കെയും ദുഃഖിക്കും, വെള്ളത്തിൽ വല വീശുന്നവർ വിഷാദിക്കും. ചീകി വെടിപ്പാക്കിയ ചണം കൊണ്ട് വേല ചെയ്യുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും ലജ്ജിച്ചു പോകും. രാജ്യത്തിൻ്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും. കൂലിവേലക്കാർ മനോവ്യസനത്തോടെയിരിക്കും. സോവനിലെ പ്രഭുക്കന്മാർ കേവലം ഭോഷന്മാരത്രേ. ഫറവോൻ്റെ ജ്ഞാനമേറിയ മന്ത്രിമാരുടെ ആലോചന ജ്ഞാനികളുടെ മകൻ, പുരാതന രാജാക്കന്മാരുടെ മകൻ. ഫറവോൻ്റെ ജ്ഞാനമേറിയ മന്ത്രിമാരുടെ ആലോചന ഭോഷത്വമായി തീർന്നിരിക്കുന്നു. ഞാൻ ജ്ഞാനികളുടെ മകൻ, പുരാതന രാജാക്കന്മാരുടെ മകൻ എന്നിപ്രകാരം നിങ്ങൾ ഫറവോനോട് പറയുന്നത് എങ്ങനെ? നിന്റെ ജ്ഞാനികൾ എവിടെ?
അവർ ഇപ്പോൾ നിനക്ക് പറഞ്ഞു തരട്ടെ. സൈന്യങ്ങളുടെ യഹോവ മിസ്രൈമിനെക്കുറിച്ച് നിർണയിച്ചത് അവർ എന്തെന്ന് ഗ്രഹിക്കട്ടെ. സോവാനിലെ പ്രഭുക്കന്മാർ ഭോഷന്മാരായി തീർന്നിരിക്കുന്നു. നോഫിലെ പ്രഭുക്കന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. മിസ്രൈമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ അതിനെ തെറ്റിച്ചു കളഞ്ഞു. യഹോവ അതിൻ്റെ നടുവിൽ മനോവിഭ്രമം പകർന്നു. ലഹരി പിടിച്ചവൻ തൻ്റെ ഛർദിയിൽ ചാഞ്ചാടി നടക്കുന്നത് പോലെ അവർ മിസ്രൈമിനെ അതിൻ്റെ സകല പ്രവൃത്തിയിലും തെറ്റി നടക്കുമാറാക്കിയിരിക്കുന്നു. തലയോ വാലോ പനമ്പട്ടയോ പോട്ടപ്പുല്ലോ നിർവഹിക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയും മിസ്രൈമിനുണ്ടായിരിക്കേയില്ല. അന്നാളിൽ മിസ്രൈമിയർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും. സൈന്യങ്ങളുടെ യഹോവ അവരുടെ നേരെ കൈ ഓങ്ങുന്നത് നിമിത്തം അവർ പേടിച്ചു വിറയ്ക്കും. യഹൂദാദേശം മിസ്രൈമിന് ഭയങ്കരമായിരിക്കും. അതിൻ്റെ പേർ പറഞ്ഞു കേൾക്കുന്നവരൊക്കെയും സൈന്യങ്ങളുടെ യഹോവ അതിന് വിരോധമായി നിർണയിച്ച നിർണയ നിമിത്തം ഭയപ്പെടും. അന്നാളിൽ മിസ്രൈം ദേശത്തുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്യും. ഒന്നിന് സൂര്യനഗരം ഈർ ഹശേരസ് എന്ന് പേർ വിളിക്കപ്പെടും. അന്നാളിൽ മിസ്രൈം ദേശത്തിൻ്റെ നടുവിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠവും അതിൻ്റെ അതിർത്തിയിൽ യഹോവയ്ക്ക് ഒരു തൂണും ഉണ്ടായിരിക്കും. അത് മിസ്രൈം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവും ആയിരിക്കും. പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും. അവൻ അവർക്ക് ഒരു രക്ഷകനെ അയക്കും. അവൻ പൊരുത് അവരെ വിടുവിക്കും. അങ്ങനെ യഹോവ മിസ്രൈമിന് തന്നെ വെളിപ്പെടുത്തുകയും മിസ്രൈമ്യർ അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും. യഹോവ മിസ്രൈമിനെ അടിക്കും. അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയെങ്കിലേക്ക് തിരികെയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശൂറിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശൂരയ്യർ മിസ്രൈമിലേക്കും മിസ്രൈമ്യർ അശൂറിലേക്കും ചെല്ലും. മിസ്രൈമ്യർ അശൂരയ്യയോടുകൂടെ ആരാധന കഴിക്കും. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രൈമിനോടും അശൂറിനോടും കൂടെ മൂന്നാമതായിരിക്കും. സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ച് എൻ്റെ ജനമായ മിസ്രൈമും എൻ്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളി ചെയ്യും. അധ്യായം 20. അശൂർ രാജാവായ സർഗോൻ്റെ കൽപ്പന പ്രകാരം തർത്താൻ അസ്തോദിലേക്ക് ചെന്നു. അസ്തോദിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച ആണ്ടിൽ ആ കാലത്ത് തന്നെ യഹോവ ആമോസിൻ്റെ മകനായ യെശയ്യാവോട് നീ ചെന്ന് നിന്റെ അറയിൽ നിന്ന് രട്ടുശീല അഴിച്ചു വെച്ച് കാലിൽ നിന്ന് ചെരുപ്പും ഊരിക്കളക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. പിന്നെ യഹോവ അരുളി ചെയ്തത്, എൻ്റെ ദാസനായ യെശയ്യാവ് മിസ്രൈമിനും കൂശിനും അടയാളവും അത്ഭുതവും ആയിട്ട് 3 സംവത്സരം നഗ്നനായും ചെരുപ്പിടാതെയും നടന്നതുപോലെ അശൂർ രാജാവ് മിസ്രൈമിൽ നിന്നുള്ള ബദ്ധന്മാരെയും കൂശിൽ നിന്നുള്ള പ്രവാസികളെയും ആബാലവൃത്തം മിസ്രൈമിൻ്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരുപ്പിടാത്തവരും ആസനം മറയ്ക്കാത്തവരും ആയി പിടിച്ചുകൊണ്ടു പോകും. അങ്ങനെ അവർ തങ്ങളുടെ പ്രത്യാശയായിരുന്ന കൂശും തങ്ങളുടെ പുകഴ്ചയായിരുന്ന മിസ്രൈമ നിമിത്തം ഭ്രമിച്ച് ലജ്ജിക്കും. ഈ കടൽക്കരയിലെ നിവാസികളെന്ന് അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സഹായത്തിനായി നാം ഓടിച്ചെന്നിരുന്ന നമ്മുടെ പ്രത്യാശ ഇങ്ങനെയായല്ലോ, ഇനി നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയും. അധ്യായം 21. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം. തെക്ക് ചുഴലിക്കാറ്റ് അടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്ത് നിന്ന് തന്നെ വരുന്നു. കഠിനമായ ഒരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. ഏലാമേ, കയറി ചെല്ലുക, മേഥിയെ നിരോധിച്ചു കൊള്ളുക. അതിൻ്റെ ഞരക്കമൊക്കെയും ഞാൻ നിർത്തിക്കളയും. അതുകൊണ്ട് എൻ്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു. നോവ് കെട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു. എനിക്ക് ചെവി കേട്ടുകൂടാതെ വണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു. കണ്ണു കാണാതെ വണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം പതറുന്നു, ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. മേശ ഒരുക്കുവിൻ,
പരവതാനി വിരിപ്പിൻ, ഭക്ഷിച്ചു പാനം ചെയ്യുവിൻ. പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പിൻ, പരിചയ്ക്ക് എണ്ണ പൂശുവിൻ. കർത്താവ് എന്നോട്, നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. ഇരണ്ടിരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അവനൊരു സിംഹം പോലെ അലറി, കർത്താവേ, ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു. ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈ രണ്ടിരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു. വീണു, ബാബേൽ വീണു, അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ നിലത്ത് വീണ് തകർന്നു കിടക്കുന്നു എന്നും അവൻ പറഞ്ഞു. എൻ്റെ മെതിയോ, എൻ്റെ കളത്തിലെ ധാന്യമേ, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത് ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം, കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സേയിരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചു കൊള്ളുവിൻ, പോയി വരുവിൻ എന്ന് പറഞ്ഞു. അറബി ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം, ദേദാന്യരുടെ സാർഥഗണങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപാർപ്പിൻ. ദേമാദേശ നിവാസികളെ, നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടു ചെല്ലുവിൻ. ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽപ്പിൻ. അവർ വാളിനെ ഒഴിഞ്ഞ് ഓടിപ്പോകുന്നവരാകുന്നു. ഊരിയ വാളിനെയും കുലച്ച വില്ലിനെയും യുദ്ധത്തിൻ്റെ കൊടുമയെയും ഒഴിഞ്ഞു ഓടുന്നവർ തന്നെ. കർത്താവ് ഇപ്രകാരം എന്നോട് അരുളി ചെയ്തത്, കൂലിക്കാരൻ്റെ ആണ്ടുപോലെയുള്ള ഒരു ആണ്ടിനകം കേദാറിൻ്റെ മഹത്വമൊക്കെയും ക്ഷയിച്ചു പോകും. കേദാര്യരിൽ വീരന്മാരായ വില്ലാളികളുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അധ്യായം 22. ദർശന താഴ്വരയെക്കുറിച്ചുള്ള പ്രവാചകം. നിങ്ങളെല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്കെന്ത് ഭവിച്ചു? അയ്യോ, കോലാഹലം നിറഞ്ഞ് ആരവപൂർണമായും ഇരിക്കുന്ന പട്ടണമേ, ഉല്ലസിത നഗരമേ, നിന്റെ ഹതന്മാർ വാളാൽ കൊല്ലപ്പെട്ടവരല്ല, പടയിൽ പട്ടുപോയവരുമല്ല. നിന്റെ അധിപതിമാർ എല്ലാവരും ഒരുപോലെ ഓടിപ്പോയിരിക്കുന്നു. അവർ വില്ലില്ലാത്തവരായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിഴലുണ്ടായിരുന്നവരൊക്കെയും ദൂരത്ത് ഓടിപ്പോയിട്ട് ഒരുപോലെ ബദ്ധരായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെ നോക്കരുത്, ഞാൻ കൈപ്പോടെ കരയട്ടെ. എൻ്റെ ജനത്തിൻ്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പിപ്പാൻ ബന്ധപ്പെടരുത്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കിൽ നിന്ന് ദർശന താഴ്വരയിൽ പരാഭവവും സംഹാരവും പരിഭ്രമവുമുള്ള ഒരു നാൾ വരുന്നു. മതിലുകളെ ഇടിച്ചു കളയുന്നതും മലകളോട് നിലവിളിക്കുന്നതുമായ നാൾ തന്നെ. ഏലാം കാലാളും കുതിരപ്പടയും ഉള്ള സൈന്യത്തോടുകൂടെ ആവനാഴിക എടുക്കുകയും കീർ പരിചയുടെ ഉറ നീക്കുകയും ചെയ്തു. അങ്ങനെ നിന്റെ മനോഹരമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറയും. കുതിരപ്പട വാതിൽക്കൽ അണിനിരത്തും. അവൻ യഹൂദയുടെ മൂടുപടം നീക്കിക്കളഞ്ഞു. അന്ന് നിങ്ങൾ വനഗ്രഹത്തിലെ ആയുധവർഗത്തെ നോക്കി ദാവീദൻ നഗരത്തിൻ്റെ ഇടിവുകൾ അനവധിയെന്ന് കണ്ടു. താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടി നിർത്തി. യെരുശലേമിലെ വീടുകൾ എണ്ണി. മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ 2 മതിലുകളുടെ മധ്യേ ഒരു ജലാശയം ഉണ്ടാക്കി. എങ്കിലും അത് വരുത്തിയവെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല. പണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയറുക്കുക, ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത്, നിങ്ങൾ മരിക്കും വരെ ഈ ആകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ചെന്ന ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ ശബ്നയെ കണ്ട് പറയേണ്ടത്, നീ എന്താകുന്നു ഈ ചെയ്യുന്നത്? നിനക്ക് ഇവിടെ ആരുള്ളൂ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്നൊരു സ്ഥലത്ത് അവൻ തനിക്ക് ഒരു കല്ലറ വെട്ടിക്കുന്നു,
പാറയിൽ തനിക്ക് ഒരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു. എടോ, നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും. അവൻ നിന്നെ ഒരു പന്ത് പോലെ വിശാലമായൊരു ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും. നിന്റെ യജമാനന്റെ ഗൃഹത്തിൻ്റെ ലജ്ജയായുള്ളവേ, അവിടെ നീ മരിക്കും. നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാകും. ഞാൻ നിന്നെ നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിൻ്റെ മകനായി എൻ്റെ ദാസനായ എലിയാക്യാമിനെ വിളിക്കും. അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും. നിന്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും. നിന്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദാ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരു ആണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അവൻ തൻ്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. അവർ അവൻ്റെ മേൽ അവൻ്റെ പിതൃഭവനത്തിൻ്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും. അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന ആണി ഇളകിപ്പോകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോകുകയും ചെയ്യും. യഹോവയല്ല അരുളി ചെയ്തിരിക്കുന്നത്. അധ്യായം 23. സോറിനെ കുറിച്ചുള്ള പ്രവാചകം. തർശീസ് കപ്പലുകളെ മുറയിടുവിൻ. ഒരു വീടും ശേഷിക്കാതെ വണ്ണവും പ്രവേശനം ഇല്ലാതെയാവണ്ണവും അത് ശൂന്യമായിരിക്കുന്നു. കിത്തീൻ ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. സമുദ്രതീര നിവാസികളെ മിണ്ടാതെയിരിപ്പിൻ. സമുദ്രസഞ്ചാരം ചെയ്യുന്ന സീദോന്യ വർത്തകന്മാർ നിന്നെ പരിപൂർണയാക്കിയല്ലോ. വലിയ വെള്ളത്തിന്മേൽ സിഹോർ പ്രദേശത്തെ കൃഷിയും നീലനദിയിങ്കലെ കൊയ്ത്തും അതിന് ആദായമായി വന്നു. അത് ജാതികളുടെ ചന്തയായിരുന്നു. സീദോനെ ലജ്ജിച്ചു കൊള്ളുക. എനിക്ക് നോവ് കിട്ടിയിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടുമില്ല. ബാലന്മാരെ പോറ്റിയിട്ടില്ല, കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്രദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു. സോരിൻ്റെ വർത്തമാനം മിസ്രൈമിലെത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും. തർശീസിലേക്ക് കടന്നു ചെല്ലുവിൻ. സമുദ്രതീര നിവാസികളെ മുറയിടുവിൻ. പുരാതനമായി പണ്ടയുള്ള നിങ്ങളുടെ ഉല്ലാസിത നഗരം ഇതാകുന്നുവോ? സ്വന്തക്കാൾ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ചു കൊണ്ടുപോകും. കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ സോറിനെക്കുറിച്ച് അത് നിർണയിച്ചതാർ? സകല മഹത്വത്തിൻ്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു. തർശീസ് പുത്രിയെ, ഇനി ബന്ധനമില്ലായ്കയാൽ നീ നീലനദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുക. അവൻ സമുദ്രത്തിന്മേൽ കൈനീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു. യഹോവ കനാനെക്കുറിച്ച് അതിൻ്റെ കോട്ടകളെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. ബലാത്കാരം അനുഭവിച്ച കന്യകയായ സീദോൻ പുത്രി, ഇനി നീ ഉല്ലസിക്കയില്ല. എഴുന്നേറ്റ് കിത്തീമിലേക്ക് കടന്നു പോക. അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇതാ കൽദയരുടെ ദേശം, ഈ ജനം ഇല്ലാതെയായി. അശ്ശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു. അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിത് അതിലെ അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യകൂമ്പാരമാക്കി തീർത്തു. തർശീസ് കപ്പലുകളെ മുറയിടുവിൻ. നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ. അന്നാളിൽ സോർ ഒരു രാജാവിൻ്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നുകിടക്കും. 70 സംവത്സരം കഴിഞ്ഞിട്ട് സോറിന് വേശ്യയുടെ പാട്ടുപോലെ സംഭവിക്കും. മറന്നു കിടന്നിരുന്ന വേശ്യയെ വീണയെടുത്ത് പട്ടണത്തിൽ ചുറ്റി നടക്കാം. നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം മീട്ടി വളരെ പാട്ട് പാടുക. 70 സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സോറിനെ സന്ദർശിക്കും. അപ്പോൾ അത് തൻ്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്യും. എന്നാൽ അതിൻ്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധം ആയിരിക്കും.
അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ചു വെക്കുകയോ ചെയ്യുകയില്ല. അതിൻ്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനുമായി ഉതകും. അധ്യായം 24. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവും ആക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമി അശേഷം നിർജ്ജനമായി വരും. ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയുമിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. പുതുവീഞ്ഞ് ദുഃഖിക്കുന്നു, മുന്തിരിവള്ളി വാടുന്നു, സന്തുഷ്ടമാനസന്മാരൊക്കെയും നെടുവീർപ്പിടുന്നു. തപ്പുകളുടെ ആനന്ദം നിന്നു പോകുന്നു, ഉല്ലസിക്കുന്നവരുടെ ഘോഷം തീർന്നു പോകുന്നു, കിന്നരത്തിൻ്റെ ആനന്ദം ഇല്ലാതെയാകുന്നു. അവർ പാട്ടുപാടിക്കൊണ്ട് വീഞ്ഞു കുടിക്കുകയില്ല, മദ്യം കുടിക്കുന്നവർക്ക് അത് കയ്പായിരിക്കും. ശൂന്യപട്ടണം ഇടിഞ്ഞു കിടക്കുന്നു, ആർക്കും കടന്നുകൂടാതെ വണ്ണം എല്ലാ വീടും അടഞ്ഞു പോയിരിക്കുന്നു. വീഞ്ഞില്ലായ്കയാൽ വീഥികളിൽ നിലവിളി കേൾക്കുന്നു, സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു, ദേശത്തിലെ ആനന്ദം പോയിരിക്കുന്നു. പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു, വാതിൽ തകർന്ന് നാശമായി കിടക്കുന്നു. ഒലിവ് തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ച് തീർന്നിട്ട് കാല പെറുക്കും പോലെയും ഭൂമിയുടെ മധ്യേ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു. അവർ ഉച്ചത്തിലാർക്കും, യഹോവയുടെ മഹിമ നിമിത്തം അവർ സമുദ്രത്തിൽ നിന്ന് ഉറക്കെ ആർക്കും. അതുകൊണ്ട് നിങ്ങൾ കിഴക്ക് യഹോവയെയും സമുദ്രതീരങ്ങളിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെയും മഹത്വപ്പെടുത്തുവിൻ. നീതിമാന മഹത്വം എന്നിങ്ങനെ ഭൂമിയുടെ അറ്റത്തു നിന്ന് കീർത്തനം പാടുന്നത് ഞങ്ങൾ കേട്ടു. ഞാനോ എനിക്ക് ക്ഷയം, എനിക്ക് ക്ഷയം, എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ദ്രോഹികൾ ദ്രോഹം ചെയ്തിരിക്കുന്നു, ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു. ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിടാ കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലകന്മാരെയും സന്ദർശിക്കും. കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാതെ വണ്ണവും ആക്കി തീർത്തു. അത് ഒരു നാളും പണികയില്ല. അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും, ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു.
മേഘത്തിൻ്റെ തണൽ കൊണ്ട് ഉഷ്ണമെന്ന പോലെ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ച് കളയും. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അന്നാളിൽ ഇതാ, നമ്മുടെ ദൈവം അവൻ തന്നെ യഹോവ, അവനെ അത്രയും നാം കാത്തിരിക്കുന്നത്. അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. യഹോവയുടെ കൈ ഈ പർവ്വതത്തിൽ ആവസിക്കുമല്ലോ. എന്നാൽ വൈക്കോൽ ചാണകക്കുഴിയിലെ വെള്ളത്തിലിട്ട് ചവിട്ടുന്നത് പോലെ മോവാബ് സ്വസ്ഥാനത്ത് തന്നെ മെതിക്കപ്പെടും. നീന്തുന്നവൻ നീന്തുവാൻ കൈനീട്ടുന്നത് പോലെ അവൻ അതിൻ്റെ നടുവിൽ കൈനീട്ടും. എങ്കിലും അവൻ്റെ ഗർഭവും കൈമെടുക്കും അവൻ താഴ്ത്തിക്കളയും. നിന്റെ ഉറപ്പും ഉയരവുമുള്ള മതിലുകളെ അവൻ താഴെ നിലത്ത് തള്ളിയിട്ട് പൊടിയാക്കി കളയും.